എല്ലാവർക്കും വോയിസ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ കുറേ പണിത്തിരക്കായതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ഇടാനായിട്ട് കഴിയാത്തത്. അപ്പം നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പം അതെല്ലാം ഇന്ന് പെറുക്കിക്കൂട്ടലാണ് പണി. എന്ന് തേങ്ങ ഇടാൻ വന്നാലും നമ്മളൊരു 1-2 കരിക്കും കൂടെ ഇടും കേട്ടോ. ഇത്തവണ നമ്മുടെ ഏറ്റവും വലിയ തെങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ വലിയ തേങ്ങയൊക്കെ കിട്ടുന്ന ആ തെങ്ങിൻ്റെ തേങ്ങയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ നമുക്കൊരു ചൂലുണ്ടാക്കണം. യൂട്യൂബിൽ 500,000-ലധികം 60,000-ലധികം പേര് കണ്ട ഒരു ചൂലാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓർക്കും അതെന്ത് ചൂലാന്ന്. അപ്പോൾ നമ്മുടെ തന്നെ വേറൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു ഷോർട്ട് ഇട്ടിട്ട് അത്രയും വ്യൂസ് പോയ ഒരു ചൂലാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഈ കൂടെ ചെയ്യാനും കൂടെ പോകുന്നു. അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ അവിടെ പെറുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ വീട്ടിൽ കൊണ്ട് ഇട്ടു. അപ്പോൾ നമുക്ക് ബാക്കി തേങ്ങയെല്ലാം വീട്ടിൽ കൊണ്ടിടണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി തേങ്ങ പൊട്ടിക്കലെന്നുള്ളൊരു വലിയ കടമ്പയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ട് ശരിക്കും കുറച്ചധികം നാളുകളായി. അപ്പം ഇന്നാണ് ശരിക്കും നമുക്ക് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ കുറച്ചധികം തിരക്ക് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ തേങ്ങ നമുക്ക് ആദ്യം വീട്ടിൽ കൊണ്ട് ഇടണം. അപ്പം ഞാനിവിടെ ഫോണും സ്റ്റാൻഡും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. എന്നിട്ട് വേണം എനിക്കിതൊന്ന് വീട്ടിൽ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ പൊതുവെ വ്യൂസ് യൂട്യൂബിൽ തീരെ കുറവാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഫാഷൻ, അങ്ങനെ ഒരു ഇന്ന ഡ്രസ്സ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കല്ലേ പൊതുവേ വ്യൂസ് കാര്യങ്ങൾ. നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ കണ്ണു എഴുതി പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ ചീകി വേറെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അങ്ങനെയൊന്നും വീഡിയോ ചെയ്യാൻ നമുക്ക് സത്യത്തിൽ നേരെ ഇല്ല. പിന്നെ അങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ നമ്മളിങ്ങനെയാണ്. അപ്പം നമ്മളെങ്ങനെയാണോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിലല്ലേ കാര്യമുള്ളൂ. നമ്മളിങ്ങനെ രാവിലെ വീട്ടിൽ എഴുന്നേൽക്കുന്ന വഴിയെ കണ്ണെഴുതി പൊട്ടും തൊട്ട് ഇങ്ങനെ നടക്കുന്ന ആളൊന്നും അല്ല കേട്ടോ നമ്മൾ. അപ്പം നമ്മുടെ നാട്ടിലുള്ള 90% കേരളത്തിലെ വീട്ടമ്മമാർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷ കേട്ടോ. കാരണം ജോലിയില്ല, വീട്ടിലൊക്കെ ഇരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ ഒക്കെ അങ്ങനെയായിരിക്കും. അല്ലാതെ ചെയ്യാൻ സമയമുള്ളവർ ചെയ്യരുത് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ ഇടനയിലിരിക്കുന്ന പുഴുവാണ് കേട്ടോ. ഒരു പ്രത്യേകത തോന്നിയപ്പെടുത്താണ് കേട്ടോ. അപ്പോൾ സമയമുള്ളവർ ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ജോലി തിരക്കുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല കേട്ടോ. ഒരിക്കലും ആർക്കും നെഗറ്റീവായിട്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല. അപ്പോൾ തേങ്ങയെല്ലാം വീട്ടിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയും തേങ്ങയാണ് കേട്ടോ നമുക്ക് ഇന്നിട്ടത്. നമുക്കിവിടെ ഒരു 6 തേങ്ങ ഉള്ളു. അപ്പോൾ അതിൽ നിന്ന് ഇട്ട തേങ്ങയാണ്. ബാക്കി കുറച്ച് തേങ്ങയും കൂടി ഉണ്ട്. അപ്പം നമുക്കിനി കരിക്ക് പൊട്ടിക്കാം കേട്ടോ. ഈ വലിയ കടകളിലൊക്കെ പൊട്ടിക്കുന്ന രീതിക്കൊന്നും അല്ല കേട്ടോ ഞാൻ കരിക്ക് പൊട്ടിക്കുന്നത്. ഞാൻ എൻ്റേതായ രീതിയിലാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ പറമ്പിൽ പോയപ്പോൾ കുറച്ച് ഏലക്കയും കൂടെ കിട്ടി. നമുക്കൊരു 2-3 ചോട് ഏലമുള്ളൂ കേട്ടോ. അപ്പോൾ കരിക്ക് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഞാനിങ്ങനെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ വെട്ടുള്ളൂ. നമുക്കിതിൻ്റെ അകത്ത് വെള്ളം കിട്ടത്തക്ക രീതിയിൽ വെട്ടിയാൽ പോരെ. പിന്നെ ഇത് ഭയങ്കര വലിയ തേങ്ങയാണ് കേട്ടോ. തേങ്ങയല്ല വലിയ കരിക്ക. ഈ തെങ്ങിൻ്റെ തേങ്ങയല്ല വലിയ കരിക്കും തേങ്ങയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് വെട്ടിപ്പൊട്ടിച്ചെടുക്കുക എന്ന് പറയുന്നതിന് ഭയങ്കര കടമ്പയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു സൈഡ് മാത്രമാണ് പൊട്ടിച്ചെടുക്കാറുള്ളൂ. നമുക്കെങ്ങനെയും ഇതിൻ്റെ അകത്ത് വെള്ളം കിട്ടിയാൽ മാത്രം മതിയല്ലോ. അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി കരിക്കും നമ്മൾ ഇടിക്കാറില്ല കേട്ടോ. ഒരു 2 കരിക്ക് അത്രയൊക്കെ നമ്മൾ ഇടിക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് മാറ്റാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക്. ഒത്തിരി വെള്ളമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല വലിയ കരിക്കായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമുണ്ട്. ഒരു 3.5 ഗ്ലാസ് വെള്ളം അത്ര എന്തോ വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കപ്പിലേക്ക് ഒഴിക്കാം. നല്ല തണുപ്പാണ് കേട്ടോ. നമ്മളിങ്ങനെ വഴിയരികിൽ നിന്നൊക്കെ മേടിച്ച് കുടിക്കുന്ന അങ്ങനത്തെ ഒന്നല്ല. നമ്മൾ ഇപ്പം തന്നെ തെങ്ങിൽ നിന്ന് ഇട്ടിട്ട് ഇപ്പം തന്നെ കുടിക്കുക എന്ന് പറയുമ്പോൾ അതിന് ശരിക്കും ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പം തനി നാച്ചുറലായിട്ടുള്ളത് തന്നെ കേട്ടോ. ഒരു മായോ ഇല്ല, ഒന്നുമില്ലാത്ത. അപ്പം ഞങ്ങളെല്ലാവരും കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് ഇത് വെട്ടി പൊട്ടിച്ചെടുക്കാം. പാകമായിരുന്നു കേട്ടോ. തനി കരിക്ക് പാകമായിരുന്നേ. വെള്ളവും നല്ലതായിരുന്നു. ഇതിലത് കഴിക്കാൻ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇത്തവണ ഇടുമ്പോൾ പറയും അടുത്ത തവണ നമുക്കിത് അടിച്ച് ഷേക്ക് എടുക്കണം അല്ലെങ്കിൽ ഐസ്ക്രീം ഉണ്ടാക്കണം എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ പറച്ചിൽ മാത്രമല്ല, ഒരിക്കലും നടക്കാറില്ല. ഇതുപോലെ ഇതിങ്ങനെ കോരി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചക്കര വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനും ഞാൻ വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു. അപ്പോൾ അവന് സ്ട്രോ വേണമെന്ന് തോന്നി. അതൊക്കെ വെച്ച് ആൾ കുടിച്ചു കേട്ടോ. അപ്പോൾ ചെറിയൊരു ജലദോഷമൊക്കെ ആയിരുന്നുകൊണ്ടാണ് നമ്മൾ സ്വെറ്ററൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്നത്. പിന്നെ പൊതുവേ നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു നിൻ്റെ ചെരുപ്പ് എന്തേടാ എന്ന്. അപ്പോൾ ഇനി നമുക്ക് ചൂലുണ്ടാക്കാം കേട്ടോ. ചൂലുണ്ടാക്കുന്നത് നമ്മൾ തെങ്ങിൻ്റെ ഈ ഒരു സംഭവമില്ലേ തേങ്ങയൊക്കെ ഉണ്ടാകുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മളിത്
ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് എന്നിട്ട് അവൻ എനിക്ക് ടോസ് വെച്ച് ഭയങ്കര അടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിങ്ങനെയൊന്ന് ചീമ്പി കളയണം. ഇത് ഫുള്ള് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു വർക്ക് എക്സ്പീരിയൻസിൻ്റെ മത്സരത്തിന് വേണ്ടി ഉണ്ടാക്കി പഠിച്ച ഒരു കാര്യമാണ് കേട്ടോ. കാരണം വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കി എന്തൊക്കെ നമുക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ പഠിച്ചൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അന്ന് എൻ്റെ കുഞ്ഞു മനസ്സൊന്നുമില്ല, 3ാം ക്ലാസ് എന്ന് പറയുമ്പോൾ തീരെ കുഞ്ഞൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ആദ്യം നമ്മളിത് ഇതുപോലെ ഒന്ന് ചെത്തി കളയണം. ഇത് നമ്മൾ ഇങ്ങനെ വെട്ടിയെടുക്കുന്നതല്ല നല്ലത്. നമ്മൾ തെങ്ങൊക്കെ മറിഞ്ഞ് ഫുള്ളായിട്ട് വെട്ടിക്കളയില്ല. അപ്പം തന്നെ നമ്മൾക്കിങ്ങനെ ഇരിഞ്ഞെടുക്കുമല്ലോ തെങ്ങെടുക്കാം. അങ്ങനെയാണെങ്കിലാണ് കേട്ടോ ഏറ്റവും നല്ലത്. പച്ചേനേക്കാളും നല്ല പഴുത്ത ഇതാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ 2 സൈഡും നമ്മളൊന്ന് ചീകി കളഞ്ഞിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കണം. നമ്മുടെ ഒരു പാകത്തിന് അളവിൽ നമുക്കിത് മുറിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ കരുതുന്ന പോലെ ഇതിങ്ങനെ വലിയ ചൂല് അങ്ങനെ ഒരു സെറ്റപ്പൊന്നും അല്ല കേട്ടോ. ഞങ്ങളിത് ശരിക്കും എടുക്കുന്നത് നമ്മുടെ അടുപ്പിൻ്റെ തറയിൽ അത് ഇവിടെ ഒക്കെ അടിക്കാൻ വേണ്ടി എടുക്കുന്ന ചൂലാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അടിക്കുമ്പോൾ ഒരു കുഞ്ഞു ചൂല് മതി, കുറച്ച് ചാരവും വിറകിൻ്റെ പൊടിയും അതൊക്കെ അടിക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 2 അറ്റവും നന്നായിട്ടൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു വള്ളി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടണം. കാരണം നമുക്ക് കൈ പിടിക്കാനുള്ളൊരിട ബാക്കി ഇട്ടിട്ട് ബാക്കി സ്ഥലം നമുക്കൊന്ന് കെട്ടണം. നമ്മൾ കൈ പിടിക്കുന്നത് ആ തേങ്ങയൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥലമുണ്ടല്ലോ അവിടെ ആണ് എടുക്കുന്നത്. അല്ലാതെ തെങ്ങിൻ്റെ സൈഡിലേക്ക് വരുന്ന വശത്താണ് നമ്മളിതിന്ന് ഇടിച്ച് ചതച്ച് ചൂലാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു വള്ളി വെച്ച് അത്യാവശ്യം ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കുക. കാരണം അതിൻ്റെ മുകളിലേക്ക് അത് പൊട്ടി പോകാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇടിച്ച് ചതച്ചെടുക്കേണ്ട ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു പണ്ട് കാലത്ത് ഇങ്ങനെ ചുമരൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇത് എന്ന് കേട്ടോ. ഒരു പക്ഷേ ശരിയായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചുറ്റിക വെച്ചിട്ട് ഇടിച്ച് ചതച്ച് എടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുക്കണം. ഒരുപാട് ഇടിച്ച് ചതച്ചെടുക്കരുത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പം മരത്തിൻ്റെ തടി വെച്ചിട്ടുള്ള ചുറ്റികയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ഇരുമ്പിൻ്റെ ചുറ്റികയൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇതുപോലെ ഇതിലൂടെ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തടിയുടെയൊക്കെ ആണെങ്കിൽ ഇതിലൂടെ നല്ലതാണ്. ഇത്രയും അങ്ങോട്ടും മുറിഞ്ഞങ്ങ് പോകില്ല. ഇതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഉള്ളത് ഏതാണോ അത് നമുക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ട് ചതച്ചെടുക്കുക. നിങ്ങൾക്കിത് ചതയ്ക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചതയ്ക്കുന്ന പോലെ തോന്നും. അങ്ങനെയില്ല കേട്ടോ. നമ്മളൊരു മയത്തിൽ ചതച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ മുറിഞ്ഞു പോവുകയെ കൂടുതലായിട്ട് മുറിഞ്ഞു. കാരണം ഇരുമ്പിൻ്റെയും കൂടെ ആകുമ്പോൾ ഇതൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരും കയ്യും കാലൊന്നും ഇടിച്ച് ചതച്ച് കളഞ്ഞേക്കരുത് കേട്ടോ. നമുക്കിത് നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് എങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴായാലും സൂക്ഷിക്കുക തന്നെ വേണമല്ലോ അല്ലേ. പിന്നെ ഇത് ഇങ്ങനെ ചുറ്റിക്ക് ഒന്ന് ചെരിച്ചും കൂടെ പിടിച്ചിട്ട് നമ്മളിന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്തിരി കൂടി ഒന്ന് ചതച്ചിട്ട് നമ്മൾ ആ കെട്ടിയതിൻ്റെ താഴെ വശത്തേക്കാണ് കേട്ടോ നന്നായിട്ട് ചതച്ചെടുക്കുക. ചതച്ചെടുത്തത് വരെ ഇത്രയും മാത്രം എനിക്ക് ശരിക്കും നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇത് കുഞ്ഞിനിത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ചൂലാണ്. കാരണം കുഞ്ഞു ചൂലായതുകൊണ്ട് അവനത് അടിക്കാൻ ഇഷ്ടമെന്നും പറഞ്ഞ് അവൻ്റെ ഇത് എപ്പോഴും എടുത്തുകൊണ്ട് പോകുന്ന സാധനമാണ്. എപ്പോൾ തേങ്ങ ഇട്ടാലും ഇതിവിടെ 2-3 നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇത് ഇത്രയും മാത്രം എനിക്കൊന്ന് വീഡിയോ എടുക്കാനായിട്ട് കിട്ടിയുള്ളൂ. അപ്പം തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചും കൂടെ നോക്കി പിന്നെ ആശാൻ കൈക്കലാക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടി പോകും. ഞാൻ പറഞ്ഞില്ല നമ്മുടെ അടുപ്പിൻ്റെ തറയൊക്കെ ആകുമ്പോൾ ചാരമൊക്കെ ഉള്ളതും അതുപോലെ വിറകിൻ്റെ പൊടി അതൊക്കെ നന്നായിട്ട് അടിച്ച് നമുക്ക് ക്ലീനാക്കി എടുക്കുകയും ചെയ്യാം. കാരണം കുഞ്ഞൊരു ശൂലാകുമ്പോൾ നമുക്ക് ആ ഒരു ചുറ്റുവട്ടമൊക്കെ നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതിനാണ് ഞങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു ഇവിടെ കിടന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ നമ്മൾ 80,000 പേര് കണ്ടൊരു വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്കും കൂടി ഞാൻ പറ്റുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു വീഡിയോ ആയിട്ട് എന്ന് വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുവരെ എല്ലാവർക്കും എൻ്റെയും കുഞ്ഞിൻ്റെയും വക ടാറ്റ. അപ്പോൾ ചൂലിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ വരും ചൂല് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം.